വിശക്കുന്നുണ്ട്. നമുക്ക് വല്ലതും ഉണ്ടാക്കിയാലോ? എന്താ ഉണ്ടാക്കുക? സാൻഡ്വിച്ച്. ഓക്കെ, സാൻഡ്വിച്ച്. ഓക്കേ. വെൽക്കം ടു മൈ സെക്കൻഡ് വ്ലോഗ് ഓഫ് പാപ്പു ആൻഡ് ഗ്രാൻഡ്മ. അപ്പോ മുമ്പത്തെ വീഡിയോ ഞാൻ ഇട്ടേക്കുന്നത് എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ ഞാൻ അമ്മാമ്മനെ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഞങ്ങളുടെ രണ്ടാമത്തെ വീഡിയോയുടെ തുടക്കമാണ്. ഞാനും പാപ്പും ഇന്ന് വരുന്നത് ചെറിയൊരു സാൻഡ്വിച്ച്. പാപ്പുന് ഈ സാൻഡ്വിച്ച് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവൾക്ക് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. ഇത് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഈസിയാണ്. ഇത് പാപ്പുവിനെ പോലെയുള്ള ചെറിയ മക്കൾക്ക് എല്ലാവർക്കും കഴിക്കാവുന്ന കേട്ടോ. അത് ഭയങ്കര സൂപ്പർ ഈസിയുണ്ട്. സ്വന്തമായിട്ട് ഉണ്ടാക്കണമെങ്കിൽ ഇവർക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഇവരുണ്ടാക്കണമെങ്കിൽ കത്തിയൊക്കെ വേണ്ടി വരും, ഇവനൊക്കെ വേണ്ടി വരും, ഇത് വേണ്ടി വരും. അപ്പോൾ അതിന് നമ്മളെ അമ്മമാരും ചേച്ചിമാരൊക്കെ സഹായിക്കുക. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? അയ്യോ അയ്യോ, ഇത് എന്താ പാപ്പു, ഇത് കീറിപ്പോയില്ലേ? അമ്മാമ്മ വേൾഡ്സ് ബെസ്റ്റ് അമ്മാമ്മയാണ്. പിന്നെ നിങ്ങൾക്കറിയോ, പ്രൊഫഷണൽ കുക്കുമാണ്. ആ കുക്ക് നമുക്കിന്ന് സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ പോവുകയാണ്. പൊന്നിന് എഗ്ഗിന്റെ സാൻഡ്വിച്ച് ആണോ വേണ്ടത്, അതോ മയോണൈസ് സാൻഡ്വിച്ച് ആണോ വേണ്ടത്? മയോണൈസ് സാൻഡ്വിച്ച്. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങിയാലോ പാവേ? ആദ്യം തന്നെ നമുക്കിത് ഈ കുട്ടികൾക്ക് പറ്റിയ ഒരു സാൻഡ്വിച്ച് ആണ് കേട്ടോ അത്. ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ: ക്യാബേജ്. എന്തൊക്കെ വേണം എടുത്ത് കാണിക്ക്. ക്യാബേജ്, ക്യാരറ്റ്, സോൾട്ട് ഉണ്ട്, യെല്ലോ ക്യാപ്സിക്കം. അയ്യോ, പാപ്പുവിന് ഒരു വസ്തു പറഞ്ഞുകൂടാ കേട്ടോ, ഇതൊന്നും എന്താന്ന് അറിയില്ലേ. ഇതെന്താ പറയാ? യെസ്, ഗ്രീൻ ക്യാപ്സിക്കം. പിന്നെ വേണ്ടത് മയോണൈസ് ആണെങ്കിൽ ഈ സാൻഡ്വിച്ചിന്റെ സ്പെഷ്യൽ ടേസ്റ്റ് നൽകുന്ന ഒരു സാധനം. അതിന് നമ്മൾ എടുത്തേക്കുന്ന 2 മുട്ടയുടെ, മയോണൈസിന് എടുത്തേക്ക് 2 എഗ്ഗ്. ഈ സാൻഡ്വിച്ചിന്റെ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഭാഗം മയോണൈസ് ആണ്. അപ്പോൾ പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാളും കുറച്ചും കൂടി യമ്മിയും ടേസ്റ്റിയും ഒക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന മയോണൈസ് ആണ്. അത് കുഞ്ഞുങ്ങളെ പോലെ ഉള്ളവർക്കൊക്കെ ഇങ്ങനെ തൊണ്ടി കഴിക്കാറിയോ? ഞാൻ സാധാരണ ഈ മയോണൈസ് കുറച്ച് ഉണ്ടാക്കിയിട്ട് ഒരാഴ്ചത്തേക്കുള്ള ഞങ്ങൾക്ക് ബ്രെഡിലൊക്കെ വെറുതെ തേച്ച് കൊടുക്കും, ചപ്പാത്തിയിൽ തേച്ച് കൊടുക്കും. അതൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുറത്തുനിന്ന് വാങ്ങുന്നതിലും കുറച്ചുകൂടി നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്നവർക്ക് നമ്മൾ ഈ മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എന്നിട്ട് പറഞ്ഞാൽ മതി. ഇത് ചെയ്തിട്ട് ഈസി ആയിരിക്കും. പിന്നെ നിങ്ങൾ എന്തായാലും ഇത് ഉണ്ടാക്കും. ഇതിന്റെ പേര് നാണിക്കുട്ടി, ഇതിന്റെ പേര് കല്യാണി. പോരെ? രണ്ട് എഗ്ഗിന്റെ വൈറ്റ് ആണ്. പിന്നെ ഇനി വേണ്ടത് 2 അല്ലി ഗാർലിക്കാണ് കേട്ടോ. പിന്നെ വേണ്ടത് ഒരു ഷുഗർ, 1 നാരങ്ങയുടെ ജ്യൂസാണ്. ഇതാണ് ഇതിൻ്റെ വെളിച്ചെണ്ണ ഒട്ടും എടുക്കാൻ പാടില്ല കേട്ടോ. വെളിച്ചെണ്ണ എടുത്തു കഴിഞ്ഞാൽ ഇതുണ്ടാവില്ല. ഇത് സൺഫ്ലവർ ഓയിലാണ്. ഒലിവ് ഓയിലും ഇത് ഉണ്ടാക്കാം. ശരി ഓക്കെ. നമ്മൾ ജ്യൂസ് ചെയ്യുന്ന അതൊന്നും എടുക്കരുത്. ഇത് പൊടിക്കുന്ന ബ്ലേഡാട്ടോ. ഈ ബ്ലേഡ് വെച്ചിട്ടാണ് ഈ മയോണൈസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. മറ്റേതാകുമ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ ഓവറായിട്ട് ഇങ്ങനെ അടിയാണ്ട് വരും.
വൈറ്റ് കളറുണ്ട് ഇതാണ് മയോണൈസ്. മൈനസ് ആയിട്ടില്ല കണ്ടോ. ഇത് ഇപ്പം എഗ്ഗിന്റെ വൈറ്റും ഓക്കേ മയോണൈസ് ആയി. ലെമണ് പകരമായിട്ട് വിനാഗിരി ചേർക്കാട്ടോ നമുക്ക്. ഇനി എന്താ മോളെ ചേർക്കണ്ടേ? ഇത് ചെയ്തു അല്ലേ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ ഈ ഗാർലിക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഒന്നുകൂടി അടിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ തന്നെ അടിക്കാം. ഇനി അടുത്ത പ്രോസസ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഷുഗർ ഇട്ടോ, തുള്ളി കുറച്ച് മതി. അതേപോലെ തന്നെ ലേശം ക്യാമറമാൻ എന്താ? ഇനിയാണ് പാപ്പു അപ്പോഴത്തേക്ക് അമ്മാമ്മ ഇത് കട്ട് ചെയ്യാം. ക്യാരറ്റ് അരിഞ്ഞോളൂ കേട്ടോ വാവ. ഇപ്പോൾ നമ്മൾ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്യാണ്. ഈ സാൻഡ്വിച്ചിലേക്ക് നമ്മൾ എന്തൊക്കെ ചേർക്കണ്ടോ വാവേ? സാൻഡ്വിച്ചിലേക്ക് ക്യാരറ്റ്, കുക്കുംബർ, മയോണൈസ്. അത് പറയേ. എന്ത് വെജിറ്റബിൾസ് ചേർക്കാം, ടൊമാറ്റോ ചേർക്കാം, എന്ത് വേണേലും നമുക്ക് ചേർക്കാം. അത് കഴിക്കണം. ഇപ്പം എൻ്റെ കയ്യിൽ എനിക്ക് ഇത്ര സാധനം ഉള്ളൂ. ഇവിടെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ ഉണ്ട്, ക്യാബേജിൻ്റെ ഒരു പീസ് ഉണ്ട്. അതാ ഞാൻ നോക്കട്ടെ വാങ്ങ. കുറച്ച് മതിയല്ലേ മോളെ? ഇതിപ്പോ അയ്യോ കയ്യൂറി. അതെന്താ പറയട്ടെ വാവേ, അപ്പം അമ്മാമ്മയുടെ കയ്യൊക്കെ ഒരുപാട് മുറിഞ്ഞിട്ടുണ്ട്. അമ്മാമ്മയ്ക്ക് ഇതാ ഇത് മിക്സ് ചെയ്യൂ. നോക്കൂ, മതി ഇത് മതി. ഈ കുഞ്ഞുമക്കൾ ഇതൊക്കെ വെച്ചിട്ട് ഇത് അല്ലെങ്കിൽ ഗ്രേറ്ററൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ഇങ്ങനെ വലിച്ച് എടുക്കുന്ന സ്ഥലം പിള്ളേരൊക്കെ ഇതൊക്കെ എടുത്ത് ചെയ്യുമ്പോൾ കയ്യിൽ പോവാതെ നോക്കിക്കോളണം. അത് കഴിവതും അമ്മമാരൊക്കെ ചെയ്തു കൊടുക്കുക. അവരിപ്പോൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ അവരുടെ കൈയൊക്കെ ഈ അരത്തിലൊക്കെ കൊള്ളും. അപ്പൻ്റെ കൈ അങ്ങനെ കൊണ്ടു തോന്നുന്നു അല്ലേ? അല്ലേ? അതൊക്കെ ഭയങ്കരമായിട്ട് പെട്ടെന്ന് ഹീലാവും. പാപ്പുവിന് വെജിറ്റബിൾസ് ഭയങ്കര ഇഷ്ടം കേട്ടോ. അത് അവൾക്ക് അത് കാര്യമായിട്ട് പറയണത്. അവൾക്ക് കുഞ്ഞുനാളിൽ വെജിറ്റബിൾസ് ഭയങ്കര ഇഷ്ടമാണ്. ഇതൊക്കെ നമ്മളൊന്ന് കാണാനൊരു ഭംഗിക്കൊക്കെ കേട്ടോ വാവേ. ഹീല് ചെയ്യാൻ വാവേ. പിന്നെ എന്താന്ന് പറയുന്നത്, ഈ ക്യാപ്സിക്കം ഇല്ലേ, ക്യാപ്സിക്കം ഫാറ്റ് ബേൺ ചെയ്ത് കളയും. പിന്നെ ക്യാപ്സിക്കം യൂസ് ചെയ്യുമ്പോൾ എന്താ പറയുക, ഹാർട്ടിന് നല്ലതാണ്, കണ്ണിന് നല്ലതാണ് ക്യാപ്സിക്കം. ഇതൊക്കെ നല്ലതല്ല, നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള. നമ്മുടെ പക്ഷേ ഫാറ്റ് ബേൺ ചെയ്ത് കളയും, പക്ഷെ നമ്മളെ ബേൺ ചെയ്ത് കളയില്ലേ? നമ്മളെ ബേൺ ചെയ്ത് കളയണം. കണ്ട എന്തൊരു ഭംഗിയാ നോക്കി. മറ്റേ റെയിൻബോനെ പോലെ ഇല്ലേ ക്യാമറമാൻ? യെസ് യെസ് ഉണ്ട്. ക്യാമറമാൻ അല്ല, ക്യാമറ വുമൻ. അത് കുഴപ്പമില്ല, മമ്മി എന്തായാലും മാൻ പോലെ അല്ലേ. കോടി മങ്കി. I am not monkey, I am super monkey. And I like the song Dance Monkey. കൊളാക്കണില്ല, ഞാൻ മിക്സ് ചെയ്യുന്നുള്ളൂ. അതുവരെ ഞാൻ കൊളാക്കിക്കോളാം.
സാൻഡ്വിച്ച് റെഡി. ഇത് ശരിക്കും പറഞ്ഞത് ഇപ്പം ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് കൊണ്ടാണ് കേട്ടോ. വാവ്, കണ്ട, വാ വാ വാ, നോക്കൂ. ഇത് പിള്ളേർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. സോസ് വേണം. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ എന്താ ചെയ്യുക, എൻ്റെ പാപ്പൂട്ടന് വേണ്ടിയിട്ട് ഇതുപോലെ എല്ലാ അമ്മമാരും വാവുകളും ഉണ്ടാക്കി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഫസ്റ്റ് ഞാൻ സോസിലാണ്ട് കഴിച്ചു നോക്കാം. അങ്ങനെ വിളിക്കും. സൂപ്പർ, യമ്മി, സക്സസ് ആയിട്ടോ. ഇഷ്ടപ്പെട്ടാടാ? ഇതല്ല. അപ്പോൾ ഇനിയിപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തോളൂ കേട്ടോ. ബ്രെഡ് കളയരുത്. ഇതിപ്പോൾ ഞാനിങ്ങനെ ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ, പേപ്പറിലേക്ക് ആയിപ്പോയി. ഇത് നമ്മൾ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുത്ത ബ്രെഡ് ക്രംസ് ആക്കാം കേട്ടോ. നമ്മൾ കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് പാപ്പന് ഇഷ്ടമായില്ലേ? അപ്പം നമുക്ക് ഇതിലും കൂടി അത് ഫില്ല് ചെയ്ത് വെച്ചാലോ. ക്യാമറമാൻ തരുന്നതിനെ പറ്റി എന്താണ് അഭിപ്രായം? അല്ല, ക്യാമറ വുമൺ. സോസ് ഒഴിക്കണോ? വേണ്ട. സൂപ്പർ. താങ്ക് യു പാപ്പുട്ടി. ഒന്നും പറയാനില്ല, ഞാൻ കഴിച്ചോണ്ടിരിക്കും. ഇനി ഒരെണ്ണൂടി വേണം അല്ലേ? ഒരെണ്ണല്ല, 100 എണ്ണം ഉണ്ടാക്കി. ഇപ്പം നമ്മൾ ഈ കഴിക്കുന്ന സാധനം നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ, നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് കുഞ്ഞുങ്ങൾക്ക് നമുക്ക് പെട്ടെന്ന് വാങ്ങി നമ്മൾ കഴിക്കാൻ, നമ്മളും കഴിക്കുന്നതാണ്. പക്ഷേ 10 മിനിറ്റ് പോലും വേണ്ട ഇത് ശരിക്കും ഉണ്ടാക്കാനായിട്ട്. നമ്മുടെ കുട്ടികൾക്ക് അത് അത്ര ടേസ്റ്റി ആയിട്ടും അതിനകത്ത് എല്ലാം നമ്മൾ കഴുകി വൃത്തിയാക്കി എല്ലാം നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ തന്നെ ഇരുന്ന് നമ്മൾ കഴിക്കണം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. കുഞ്ഞുമക്കൾക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കണം, അവരെ കൊണ്ട് ഉണ്ടാക്കിക്കണം. അപ്പോൾ ഇത്രയുള്ള ചെറിയ ചെറിയ കുട്ടി കുക്കിംഗ് ഇത് ചെയ്യുമ്പോൾ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇഷ്ടപ്പെട്ടു. ഇത് കാണുന്ന എല്ലാ കുട്ടികളും ഈ ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കിയിട്ട് ഈ പാപ്പുവിൻ്റെ ഗ്രാൻഡ്മാക്ക് കമന്റ് ഇടണം. ഇനി അടുത്തത് ഞങ്ങൾ വരാൻ പോകുന്നത് ഇതിലും കിടിലനൊരു സാധനം കൊണ്ടാണ്. അതും കുട്ടികൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. യെസ് യെസ്. ബൈ.